എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴവും ബ്രെഡും വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴം ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം വെച്ചാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. എന്നാലാണ് നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എണ്ണയിൽ നമ്മുടെ പഴമൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓംലെറ്റൊക്കെ അടിക്കാനായിട്ട് മിക്സ് ചെയ്യില്ലേ, അതുപോലെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ പാലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബനാന ടോസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് നോക്കാം. അപ്പോൾ പഴം നമ്മളവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ആ കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കയ്യിൽ വെച്ച് ഉടച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രെഡാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ആ ബ്രൗൺ പാർട്ട് വരുന്ന ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം 4 സൈഡ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് അടച്ച് വെച്ച ശേഷം പൊടിച്ചിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡൊക്കെ കട്ട് ചെയ്ത പീസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നൈസായിട്ട് നമ്മുടെ ഈ ബ്രെഡ് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റായിട്ട് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ബ്രെഡ് പീസുകളും പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക. അതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒത്തിരി അങ്ങോട്ട് തിക്കായിട്ട് വെച്ച് കൊടുക്കേണ്ട, വളരെ കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ എന്താ പഴത്തിൻ്റെ ഫില്ലിംഗ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയുടെ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു പശ പോലെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലെ എല്ലാ ഭാഗത്തും ഈ മുട്ടയുടെ കൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആ പഴത്തിൻ്റെ കൂട്ട് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ കൂട്ടുള്ളതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസുകളുടെ ഉള്ളിൽ നമുക്ക് പഴം വെച്ച് ആ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ പീസുകൾ ഇതുപോലെ ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ ബ്രെഡ് പീസുകളും എടുക്കുക, എന്നിട്ട് അത് മുട്ടയുടെ കൂട്ടിൽ നന്നായിട്ടൊന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വളരെ കുറച്ച് ഓയിൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് മറുഭാഗവും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് എല്ലാ സൈഡും 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ സൈഡ് ഭാഗവും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ സൈഡും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ചൂടോടുകൂടി ചൂടാറിയ ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് ബനാന ടോസ്റ്റ് എന്ന് നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.